അപ്പോൾ CPM-ന്റെ നേതാക്കന്മാർക്കിടയിൽ നാവുപിഴ സംഭവിച്ചിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിനകത്ത് നാവുപിഴ സംഭവിച്ചിട്ടിരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. CPM സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികളിലും അവരുടെ സംസ്ഥാന സമ്മേളനങ്ങളിലും ഒക്കെ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കാറുണ്ട്. ഇവരെയൊക്കെ കോൺഗ്രസ് വളരെയധികം ശ്രദ്ധിക്കാത്ത പക്ഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രശ്നങ്ങളായിരിക്കും കോൺഗ്രസിന് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. BJP-ക്കകത്ത് ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു വ്യക്തി K. സുരേന്ദ്രനാണ് എന്ന് പറയുമ്പോഴും തന്നെ അതിലേറെ ശ്രദ്ധിക്കേണ്ട രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് രാജീവ് ചന്ദ്രശേഖറും പിന്നെ സുരേഷ് ഗോപിയാണ്. കോൺഗ്രസ് നേതൃത്വം, BJP നേതൃത്വവും CPM നേതൃത്വവും സൂക്ഷിക്കേണ്ട ചില നേതാക്കന്മാരുണ്ട്. ഇവരെ കൃത്യമായിട്ട് സൂക്ഷിക്കാത്ത പക്ഷം വൻ അപകടമായിരിക്കും അടുത്ത ഇലക്ഷനിൽ. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുക്കുകയാണ്. അപ്പോൾ മൂന്ന് മുന്നണികൾക്കും ബാധ്യതയാകുന്ന അല്ലെങ്കിൽ വെല്ലുവിളിയാകുന്ന കുറേയധികം നേതാക്കന്മാർ ചിത്രത്തിലുണ്ട്. പ്രസ്താവനകളും വിവാദ പരാമർശങ്ങളും ഒക്കെ ആയിട്ട് അവരുണ്ട്. ആരൊക്കെയാണ് ആ നേതാക്കന്മാർ? കാരണം മൂന്ന് മുന്നണികളിലും ഈ നാവുപിഴ സംഭവിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ ഉണ്ട് എന്നാണ് നമ്മൾ കരുതാനായിട്ട്. അത് പലപ്പോഴും ഈ നേതാക്കന്മാരുടെയൊക്കെ നാവുപിഴ ആ തെരഞ്ഞെടുപ്പിനെ തന്നെ ബാധിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിൽ നമുക്ക് ഓരോ പാർട്ടി എടുത്ത് നോക്കി, ഇപ്പോൾ CPM എടുത്ത് നോക്കിക്കഴിഞ്ഞാലും LDF-നെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് CPM ആണ്. അപ്പോൾ CPM-ന്റെ നേതാക്കന്മാർക്കിടയിൽ നാവുപിഴ സംഭവിച്ചിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിനകത്ത് നാവുപിഴ സംഭവിച്ചിട്ടിരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. കാരണം UDF-ന്റെ പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. പിന്നെ BJP NDA നയിക്കുന്ന കക്ഷിയാണ്. അവർ മാത്രമാണ് NDA-ക്കകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത്. പിന്നെ BDS ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നാവുപിഴ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഏറെ രസകരമായിട്ട് കാര്യങ്ങൾ, പലപ്പോഴും വിചിത്രം എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ് EP ജയരാജൻ. EP ജയരാജന്റെ പല പ്രസ്താവനകളും പലപ്പോഴും ആളുകൾ തമാശയായിട്ട് കാണാറുണ്ട്, പലപ്പോഴും ട്രോളുകളായിട്ട് മാറാറുമുണ്ട്. ഈ പരിപ്പുവടയും ചായയും കഴിച്ച് നടക്കുന്നവരല്ല ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകൾ, ഭീഷണിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തമാശയായിട്ടാണ് ആളുകൾ തോന്നുന്നത്. തുടങ്ങി ഗുസ്തി താരമായിട്ടുള്ള മുഹമ്മദ് മരിച്ചപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തിയ അനുശോചനം തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഇലക്ഷനെ ബാധിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ തന്നെ അതിന്റെ വിജയസാധ്യതയെ ബാധിക്കത്തക്ക തരത്തിലുള്ള ചില പ്രസ്താവനകളും EP ജയരാജന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് EP ജയരാജൻ BJP-യിൽ ചേരാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയിരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ. അതോടൊപ്പം തന്നെ പിന്നെ അദ്ദേഹവും DC ബുക്സുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പുസ്തകം എഴുതാൻ വേണ്ടി, പരിപ്പൂടയും ചായയും, അതിൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഈ വരുന്ന ദിവസങ്ങളിൽ. അദ്ദേഹം ഒരു പച്ചയായ ഒരു മനുഷ്യനാണ്, ഒരു സാധാരണ മനുഷ്യനാണ്. പലപ്പോഴും അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ ഒരു ഭയങ്കര ഭീകരനാണ്. പക്ഷെ അടുത്തറിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കക്ഷിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നാക്കുപിഴകൾ പലപ്പോഴും CPM-നെ ഒരു മുൾമുനയിൽ നിർത്തുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് CPM-ന്റെ തന്നെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ. ഈ MV ഗോവിന്ദന്റെ പല പ്രസ്താവനകളും പലപ്പോഴും പാർട്ടിക്ക് തലവേദനയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വിചിത്രം എന്ന് തന്നെ നമുക്ക് തോന്നും. വളരെ വിചിത്രമായിട്ടുള്ള വാദങ്ങളൊക്കെ പുള്ളിക്കാരൻ മുമ്പോട്ട് വയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് കേരളയിൽ സമരത്തിന്റെ കാലഘട്ടത്തിലൊക്കെ അപ്പം ചുട്ട് കൊണ്ടുവന്ന് കൊടുക്കാം എന്നൊക്കെ പറയുന്ന, അതൊക്കെ പിന്നീട് വലിയ വമ്പൻ ട്രോളായിട്ട് CPM-ന്റെ തലയിലേക്ക് പതിക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ഒക്കെയാണ്. ചെറുപ്പം മുതൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ കളിച്ചു വളർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ ആശയങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്ററുടെ നാക്ക് വളരെ സൂക്ഷിച്ചു വേണം ഈ വരുന്ന 2025-26 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കാനായിട്ട് എന്നാണ് പറയുന്നത്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞ RSS ബന്ധം, അത് അവിടുത്തെ ഒരു % വോട്ടിനെങ്കിലും അത് സ്വാധീനിച്ചു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിവാദങ്ങളിലൊക്കെ പോയി പെടാനായിട്ട് MV ഗോവിന്ദൻ മാസ്റ്ററും മിടുക്കനാണ്. പിന്നെ അതിനകത്തുള്ള മറ്റൊരു സാമൂഹിക വിമർശകനാണ് ഈ G. സുധാകരൻ എന്ന് പറയുന്നത്. G. സുധാകരനെതിരെ ഇന്നലെയും സജി ചെറിയാൻ അദ്ദേഹം പാർട്ടിയോട് ചേർന്ന് പോകണം, അദ്ദേഹത്തിനുള്ള പ്രശ്നങ്ങൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പരിഹരിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് സജി ചെറിയാൻ എന്നെ ഉപദേശിക്കാൻ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അപ്പോൾ തന്നെ പ്രതികരിച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ G. സുധാകരനെ സംബന്ധിച്ചിട്ട് പരമ്പരാഗതമായിട്ടുള്ള ചില ജീവിത രീതികൾ പുലർത്തിക്കൊണ്ട് പോരുന്ന നേതാവാണ്. അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു തോന്നൽ അതുണ്ടായി കഴിയുമ്പോഴത്തേക്കാണ് അതിന്റെ പ്രതികരണമായിട്ടേ നമുക്കതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. അദ്ദേഹം രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുള്ള ഒരു പാർട്ടി സഖാവാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് G. സുധാകരന്റെ പല പ്രസ്താവനകളും CPM-നെ പലപ്പോഴും കൊണ്ടുപോയി പ്രശ്നത്തിലാക്കാറുണ്ട്. മറുപടി പറയാൻ സാധിക്കാത്ത രീതിയിലൊക്കെ കൊണ്ടുപോയി നിർത്താറുണ്ട്. അപ്പോൾ പറയുന്നത് വെച്ചാൽ അവഗണിച്ചു വിടുക എന്നുള്ളൊരു നയമാണ് CPM സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. പക്ഷെ ഇന്നലെ അദ്ദേഹം സജി ചെറിയാനെതിരെയൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത് കുറച്ചുകൂടി ഗൗരവപൂർവ്വം പാർട്ടി കാണാനുള്ള ചില സാധ്യതകൾ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. കൂടാതെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്.
ഒരു സഖാവാണ് ജി സുധാകരൻ എന്ന് പറയുന്നത്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്താണ് ഈ പൊതുമരാമത്ത് വകുപ്പിനെ തന്നെ ഒന്ന് ക്ലീൻ ആൻഡ് നീറ്റ് ഇമേജിലേക്ക് കൊണ്ടുവന്നത്. കക്ഷി രാഷ്ട്രീയം നോക്കാതെ ജി സുധാകരൻ എല്ലാ നിയോജക മണ്ഡലങ്ങളിലേക്കും റോഡുകൾ അനുവദിക്കുകയും അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും ഒക്കെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം UDF അനുകൂലമായ ചില പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ട്. UDF പല വേദികളിലും പങ്കെടുത്തിട്ടുണ്ട്. അല്ല, ജി സുധാകരനെ സംബന്ധിച്ച് ജി സുധാകരൻ ഇപ്പൊ പാർട്ടിയിൽ എനിക്ക് തോന്നുന്നു ബ്രാഞ്ച് തലത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് ഏത് സാംസ്കാരിക പരിപാടികൾ, കാരണം ഈ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികളിലൊക്കെ CPM നേതാക്കന്മാർ പങ്കെടുക്കാറുണ്ട്. CPM സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികളിലും അവരുടെ സംസ്ഥാന സമ്മേളനങ്ങളിലും ഒക്കെ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കാറുണ്ട്. അങ്ങനെയുള്ള ശശി തരൂർ KV തോമസ് വിവാദം ഉണ്ടാവുകയും ശശി തരൂർ പിന്മാറുകയും ലാസ്റ്റ് KV തോമസ് അപ്പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനത്തെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ ഒരു അസ്വാഭാവികത നമ്മൾ കാണേണ്ടതാവില്ല. അത് ചില മാധ്യമങ്ങളെ സൃഷ്ടിച്ചു വിടുന്ന കാര്യമാണ്. അതിൽ പോയി ചില നേതാക്കന്മാർ കുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാധ്യമങ്ങൾ പലപ്പോഴും വിഷയങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ പോയിട്ട് ആരെങ്കിലും കുത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ട 3-4 നേതാക്കന്മാരാണ്. പിന്നെ MM മണി ഉണ്ട്. MM മണിയുടെയൊക്കെ നമുക്കറിയാവുന്നതാണ്. ഒരാളെ തല്ലിക്കൊന്നു, ഒരാളെ കുത്തിക്കൊന്നു, ഒരാളെ വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ, അങ്ങനെ അതേ രീതിയിലുള്ള നാടൻ ശൈലിയിലുള്ള പ്രയോഗങ്ങളൊക്കെ പലപ്പോഴും CPM കൊണ്ട് ഇതിലെത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ MM മണി എന്ന് പറയുന്ന വ്യക്തിയും വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ വെറുതെ പറയുന്നത് മാത്രമാണ്. മൈക്കിന് മുമ്പിൽ നിന്നിട്ട് ഒരു രസം, ആളുകളെ കാണുമ്പോഴത്തേക്ക് ഒരു ഓളം കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് ആവേശഭരിതനായിട്ട് അങ്ങോട്ട് കിടന്ന് പറഞ്ഞു വിടുന്നതാണ്. പക്ഷെ ഈ MM മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ, നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ ഒരു കൊടും ഭീകരനാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പച്ചയായിട്ടുള്ള ഒരു ഇടുക്കിക്കാരൻ. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഭീകരനാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പിന്നെ ഇടുക്കിയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. പോരാട്ടത്തിന്റെ രാഷ്ട്രീയമാണ്. അവിടെയുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടന്നിട്ടുണ്ട്. അവിടുത്തെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ, അവിടുത്തെ കർഷക തൊഴിൽ, ഇങ്ങനെയുള്ള ഒരുപാട് പോരാട്ടങ്ങൾ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ഇടുക്കി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇടുക്കിയിൽ നിന്ന് വരുന്ന ഒരു നേതാവിനെ സംബന്ധിച്ച് കുറച്ചൊക്കെ പരിക്കനായിരിക്കും. അതല്ലാതെ അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. അവിടെ എനിക്കൊന്ന് വർഷങ്ങളോളം CPM ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് ഈ MM മണി എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഒക്കെ വരികയും പിന്നീട് മന്ത്രിയാവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അത് സാധാരണക്കാർക്ക് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരം കൂടിയാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ആളുകൾ പിന്നെ ഇതിനകത്തുള്ള A റഹീമിനെ പോലെയുള്ള ചില യുവ തുർക്കികളുടെ വാക്പിഴകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ CPM ഏകദേശം ഇത്രയൊക്കെ ആളുകളാണുള്ളത്. പിന്നെയും ഒരുപാട് ആളുകളുണ്ട് എടുത്തു പറയേണ്ടത്. ചിന്താ ജെറോമിന്റെ ചില ഡയലോഗുകളൊക്കെ പലപ്പോഴും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് കോൺഗ്രസിലേക്ക് വരുമ്പോഴത്തേക്ക് കോൺഗ്രസിലുമുണ്ട് ഇങ്ങനത്തെ കുറെ അധികം ആളുകൾ. BRM ഷഫീർ ഈ അടുത്ത കാലത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ 6 മാസത്തേക്ക് ആശുപത്രിയിലേക്ക് അയക്കും. അപ്പൊ എന്താണ് രോഗമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത് എന്താ പറയുക, ഞരമ്പ് രോഗമാണെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതൊക്കെ ഭയങ്കര വലിയ ട്രോളായിട്ട് മാറിയിരുന്നു. അതുകൂടാണ്ട് അദ്ദേഹം നടത്തുന്ന ചില സംസ്കൃത ശ്ലോകങ്ങൾ ചെല്ലുക, ചില ഖുറാനിലെ ചില കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചു പറയുക, ഇതൊക്കെ വളരെ ഒരു കോമാളിത്തരമായിട്ടാണ് കേരള സമൂഹം കാണുന്നത്. പക്ഷേ അദ്ദേഹം വളരെ സരസമായിട്ട് പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്. ചാനൽ ചർച്ചകളിൽ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ വരുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്കും ഒരു കൗതുകം എന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ ഒരു രസം വേണ്ടേ? BRM ഷഫീറിന്റെ നാക്പിഴകൾ വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. അതല്ലാത്ത പക്ഷം കോൺഗ്രസിനെ വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ എത്തിക്കും എന്നുള്ളതാണ്. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് VD സതീശനാണ്. ഈ VD സതീശന്റെ ചില കാര്യങ്ങൾ, അതായത് അദ്ദേഹം ഒരു സംഭവമാണ്. ആ ഒരു കോൺഗ്രസ് തറവാട്ടിലെ കാരണവരാണ് പുള്ളി എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ പെരുമാറ്റങ്ങൾ. ഇപ്പോൾ പുതുപ്പള്ളി ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് മൈക്ക് തള്ളുന്നത് കണ്ടാണ്. ഞാൻ KPCC പ്രസിഡന്റ്, ഞാൻ സംസാരിക്കാം. അപ്പോൾ പുള്ളി KPCC പ്രസിഡന്റല്ല, ഞാനാ സംസാരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വലിച്ചത്. പിന്നെ ആലപ്പുഴ വെച്ചിട്ടുള്ള സംഭവങ്ങൾ, അത് കൂടാതെ കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് വായി നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഡയലോഗുകൾ, ഇതൊക്കെ വളരെയധികം സൂക്ഷിച്ചു വേണം ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത്. ചെറിയ നേതാക്കന്മാരല്ല, BRM ഷഫീറിനെ പോലുള്ള ആളുകൾ പറയുന്ന പോലെ അല്ല, പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിന്റെ വായിൽ നിന്ന് വരേണ്ടതായിട്ടുള്ള പദങ്ങൾ അത് കൃത്യമായിട്ട് എഴുതി പല പ്രാവശ്യം നോക്കിയിട്ട് വേണം അത് പരസ്യമായിട്ട് പറയാനായിട്ട്. മൈക്കോണായിട്ട് മുമ്പിലിരിക്കുന്നു എന്നൊന്നും മനസ്സിലാക്കാതെ അങ്ങോട്ട് ഡയലോഗ് കീറി വിട്ടേക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിനകത്ത് പ്രധാനപ്പെട്ട ഒരു നാഗ്പിഴ സംഭവിക്കുന്ന നേതാവ് എന്ന് പറഞ്ഞാൽ സുധാകരനാണ്. ഈ സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പുലിയാണ്. ഈ കോൺഗ്രസ് സംസ്കാരമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിനോട് അനുഭാവമുള്ള ഏതൊരു വ്യക്തിയുടെയും ആവേശമാണ് സുധാകരൻ എന്ന് പറയുന്നത്. ആ സുധാകരൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഏത് ഭാഗത്തും ജനങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. സുധാകരൻ പ്രസംഗിക്കുന്ന I ഗ്രൂപ്പ് യോഗങ്ങളിലൊക്കെ ആളുകൾ തടിച്ചുകൂടുമായിരുന്നു. പണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം ഈ മറൈൻ ഡ്രൈവിൽ നടന്ന ഒരു I ഗ്രൂപ്പിന്റെ റാലിയുണ്ട്, കരുണാകര പക്ഷത്തിന്റെ റാലിയുണ്ട്. ഈ റാലിയിൽ സുധാകരന്റെ പ്രസംഗത്തിന് അവിടെ നിന്ന് ലഭിച്ച കയ്യടി ഉണ്ടല്ലോ, എത്ര ശക്തമായ കയ്യടിയായിരുന്നു അറിയാമോ. അന്നാണ് ഈ സുധാകരൻ ഇത്രയും വലിയൊരു പുലിക്കുട്ടിയാണ് എന്നുള്ളത് നമ്മൾ അറിയുന്നത്. കണ്ണൂരൊക്കെ കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഏറെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് സുധാകരൻ എന്ന് പറയുന്നത്. കണ്ണൂര് സുധാകരനാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ സുധാകരന് പ്രായത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ചില പിഴകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഷാനി മോൾ ഉസ്മാനൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ ഓൻ എവിടെ പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ
അതൊക്കെ പലപ്പോഴും പിന്നെ ചില സമയങ്ങളിലൊക്കെ ഈ ടങ് സ്ലിപ്പ് ഉണ്ടാവാറുണ്ട്. അത് ആളുകളൊക്കെ അതിനെയൊക്കെ ഒരു പ്രായത്തിന്റെ ഒരു പരിഗണനയൊക്കെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ ട്രോൾ ആളുകളൊന്നും അതിനൊന്നും ഉള്ളൊരു സാഹചര്യം കൊടുക്കാറില്ല. കൃത്യമായിട്ട് തന്നെ ഉണ്ടാവുന്ന നാക്പിഴകളെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് അവരെയൊക്കെ അവഹേളിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ കെ സുധാകരനും ഒക്കെ കുറച്ചുകൂടി ഒരു സംയമനം പാലിക്കണം. മൈക്കിനെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പായിട്ട് മറവി ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പേപ്പർ കഷ്ണത്തിൽ എഴുതി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്നാണ് അദ്ദേഹത്തെ ഒന്നും ഇവിടുന്ന് പറയാനുള്ളൊരു യോഗ്യത നമുക്കില്ല. എങ്കിലും നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് ഇതാണ്, അതായിരിക്കും കുറച്ചുകൂടി പാർട്ടിക്ക് ഗുണം ചെയ്യുക എന്നുള്ളത്. പിന്നെ അതിഭീകരമായിട്ടുള്ള മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള താത്വിക ആചാര്യന്മാരാണ്. ഇവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നരേറ്റീവ് ഉണ്ട്. കാരണം അതിന് പൊതുസമൂഹത്തിൽ കുറച്ചൊക്കെ സ്വീകാര്യതയുണ്ട്. കാരണം ഇവരൊക്കെ സത്യത്തിന്റെ കാവൽക്കാരാണ് എന്നൊരു തോന്നൽ. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരാതിരുന്നതിന്, അതായത് രണ്ടാമതും ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരാതിരുന്നതിന്റെ ഏക കാരണം എന്ന് പറയുന്നത് VM സുധീരനും ഈ പറഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളാണ്. VM സുധീരൻ അന്ന് ബെന്നി ബെഹനാന് തൃക്കാക്കര സീറ്റ് നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതും, അതോടൊപ്പം തന്നെ ബാർ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അതോടൊപ്പം തന്നെ കെ ബാബുവിനെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, ഇതൊക്കെയാണ് 2016 രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാർ വരാതിരിക്കാനുള്ള കാരണം. അപ്പൊ താത്വികമായ അവലോകനത്തിലൂടെ ഈ ഇങ്ങനെയുള്ള ചില ആളുകൾ, പിന്നെ ഉള്ള PJ കുര്യൻ സാറാണ്. PJ കുര്യൻ സാർ പിന്നെ പറയുന്നത് പാർട്ടിയുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പത്തനംതിട്ട അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവന അത് കോൺഗ്രസിന് ഗുണം ചെയ്യത്തേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. നിങ്ങൾ മണ്ഡലം കമ്മിറ്റികളൊക്കെ പുനഃസംഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞത് വളരെ നല്ല രീതിയിൽ അതിന് കോൺഗ്രസിന് ഗുണകരമാകുന്ന രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട വ്യക്തികളാണ് ഞാൻ പറഞ്ഞത്, ഈ ചെറുപ്പക്കാരായിട്ടുള്ള ചില ആളുകളുണ്ട്. അവർ കൃത്യമായ പഠനമോ കാര്യങ്ങളോ ഒന്നും കൂടാതെ പോയിരുന്ന് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ. എന്നെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളാണ് കെ സുധാകരൻ, അതോടൊപ്പം തന്നെ VM സുധീരൻ, ഈ പറഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവനകൾ, പിന്നെ BRM ഷഫീറിനെ പോലെയുള്ള യുവനിരയിൽ ട്രോളന്മാർ. ഇവരെയൊക്കെ കോൺഗ്രസ് വളരെയധികം ശ്രദ്ധിക്കാത്ത പക്ഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രശ്നങ്ങളായിരിക്കും കോൺഗ്രസിന് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. ഈ BJPക്ക് അകത്തുള്ള പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. കെ സുരേന്ദ്രന്റെ ഒരു ഇന്റർവ്യൂ ആണ്. ഈ ഓണ സമയത്ത് ഏഷ്യാനെറ്റിലെ ഗം അവതരിപ്പിക്കുന്ന ആ കക്ഷി ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു. വളരെ രസകരമായിരുന്നു ഇന്റർവ്യൂ. അതിനകത്ത് ഉള്ളിയെക്കുറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ കെ സുരേന്ദ്രൻ പറയുന്ന സരസമായ മറുപടി. അപ്പൊ കെ സുരേന്ദ്രന് പലപ്പോഴും വിഷയങ്ങളിൽ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. എന്നാൽ അദ്ദേഹം വോട്ടുചോറി വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് തൃശ്ശൂരിൽ നടത്തിയ പ്രസ്താവനയൊക്കെ ഏറെ കയ്യടി നേടുകയും ചെയ്തിരുന്നു. അപ്പോൾ BJPക്ക് അകത്ത് ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു വ്യക്തി കെ സുരേന്ദ്രനാണ് എന്ന് പറയുമ്പോഴും തന്നെ അതിലേറെ ശ്രദ്ധിക്കേണ്ട രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് രാജീവ് ചന്ദ്രശേഖറും പിന്നെ സുരേഷ് ഗോപിയാണ്. ഈ രാജീവ് ചന്ദ്രശേഖർ എപ്പോഴെങ്ങനെ പറയുന്ന ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് സുരേഷ് ഗോപിക്ക് മലയാളം ശരിക്കറിയാം, പക്ഷെ രാജീവ് ചന്ദ്രശേഖർക്ക് മലയാളം അറിയില്ല എന്നൊരു പോരായ്മയുണ്ട്. പക്ഷേ സുരേഷ് ഗോപി കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ 1 മണിക്കൂറോളം ഇരുന്ന് സുരേഷ് ഗോപിയുടെ മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാൻ പറ്റും. അതേ രീതിയിൽ ഉള്ള മണ്ടത്തരങ്ങൾ സ്വന്തം വായിൽ നിന്ന് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നവരാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ കലുങ്ക് ചർച്ചകൾ, കലുങ്ക് സംവാദമൊക്കെ ഈ മറ്റേ സോഷ്യൽ മീഡിയ കിട്ടുന്നിട്ടുള്ള ട്രോളുകൾ നിസ്സാരമല്ല. അദ്ദേഹത്തിന്റെ ചില ഡയലോഗുകൾ, പ്രജാ ഡയലോഗ് മാത്രമാണോ, എത്രയെത്ര ഡയലോഗുകൾ കിടക്കുന്ന അദ്ദേഹത്തിന്റെ. ശബരിമല വിവാദം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും വീട്ടിൽ റെയ്ഡ് നടത്തിയതെന്ന് എന്ത് മണ്ടത്തരമാണ് പറഞ്ഞത്. അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനം മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് ഈ ശബരിമല വിഷയം ഇല്ലാതാക്കാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ കുറിച്ച് പിന്നെ എന്ത് പറയാൻ പറ്റും. മാത്രമല്ല അതിനകത്ത് CPM-ന്റെയും BJP-യുടെ ഒരു ബന്ധം കൂടെ ആളുകൾക്ക് ഡൗട്ട് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം അതൊക്കെയാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ അടുത്ത ഇലക്ഷന്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏപ്രിൽ ഒരു 10 ആകുമ്പോഴത്തേക്ക് സുരേഷ് ഗോപി ഇലക്ഷന്റെ സമയമല്ല, ഇപ്പൊ മുതലേ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇലക്ഷൻ ഒരു മാസം മുമ്പ് ഇദ്ദേഹത്തിന് 2 മാസത്തെ വിദേശ യാത്രയ്ക്ക് അയക്കുക. എന്തെങ്കിലുമൊക്കെ നയതന്ത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് 2 മാസത്തേക്ക് കേരളത്തിലേക്ക് വിടരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ BJP എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിട്ട് പുത്തനച്ചി പുരപ്പുറം അങ്ങനെ ഒരു ഇതില്ലേ എന്ന് പറഞ്ഞതിന് തുല്യമാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ. അദ്ദേഹം വന്നതിന് ശേഷം എല്ലാം ലാഭവും നഷ്ടമാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്, അവിടെ കൊണ്ട് കാശ് കളയേണ്ട വല്ല ആവശ്യമുണ്ട്, നമ്മൾ ഏതെങ്കിലും ജയിക്കാൻ പോകുന്നില്ല. ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന്റെ പ്രാധാന്യം എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരാളാണ് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടിരിക്കുന്നത്. അദ്ദേഹമല്ല ഇതിനൊരു പ്രൊഫഷണൽ വേയിൽ കാണുകയാണ്. ആ പ്രൊഫഷണൽ വേയിൽ കാണുന്നത് തന്നെയാണ്
അദ്ദേഹത്തിന്റെ ഒരു പരാജയമായിട്ട് മാറുന്നു എന്നാണ് നമ്മൾ കരുതാനായിട്ട്. പിന്നെ നമ്മൾ ഈ കോൺഗ്രസിനകത്തും ഈ CPM-നകത്തും BJP-ക്ക് അകത്തൊക്കെ പറയുമ്പോഴത്തേക്ക് വേറെയും കുറെ വീരന്മാരുണ്ട് കേട്ടോ. ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല, സന്ദീപ് വാര്യർ, ഇങ്ങനെ കുറെ പേരുണ്ട്. ജ്യോതികുമാർ ചാമക്കാലയൊക്കെ കോൺഗ്രസ് കൃത്യവും വ്യക്തവുമായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് ഒക്കെ കാരണം എടാ പോടാ നീ ആരാടാ അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കാരണം ഇപ്പം എനിക്കൊന്ന് ചാനൽ ചർച്ചയിലൊക്കെ പോയിരിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് അവരെന്ത് ഭയങ്കര ഈ തെറി പറയുന്നതാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഏഷ്യാനെറ്റിന്റെ സ്ഥാപക ചെയർമാനായിരുന്ന റെജിമേനൻ വന്നിട്ട് അത് ആ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ചാനൽ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, ഇതല്ല ഉദ്ദേശിച്ചിരുന്നത്. അത് ഏഷ്യാനെറ്റിന്റെ തന്നെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കണേ. അദ്ദേഹത്തിന് ആ ഇന്റർവ്യൂ കാണേണ്ടതാണ് കേട്ടോ. പ്രേക്ഷകരാരും കണ്ടിട്ടില്ല, ഉറപ്പായിട്ടും ആ ഇന്റർവ്യൂ അത് കാണേണ്ടത് തന്നെയാണ്. അതേ രീതിയിലുള്ളൊരു ഇന്റർവ്യൂ ആയിരുന്നത്. അപ്പോൾ ഇങ്ങനെ കോൺഗ്രസ് നേതൃത്വം, BJP നേതൃത്വവും CPM നേതൃത്വവും സൂക്ഷിക്കേണ്ട ചില നേതാക്കന്മാരുണ്ട്. ഇവരെ കൃത്യമായിട്ട് സൂക്ഷിക്കാത്ത പക്ഷം വൻ അപകടമായിരിക്കും അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.